മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തിരിച്ചെത്തുന്നു. ഇനി സോഷ്യൽ മീഡിയ കത്തും. മലയാളത്തിലെ സ്റ്റൈലിഷ് സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയുന്ന പേരാണ് മമ്മൂട്ടിയുടേത്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ സെൻസിനെ കടത്തിവെട്ടാൻ യുവതാരങ്ങൾ അടക്കമുള്ളവർക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടുമില്ല. അത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഓരോ ഫോട്ടോകളും വൻ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിലും ആരാധകരും ഏറ്റെടുക്കുന്നത്. അത്തരമൊരു ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി എന്ന മഹാനടൻ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാള പൊതുസമൂഹത്തിന്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ. കാലത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ച് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനശ്വര രൂപം. ഓരോ ദൃശ്യത്തിലും നാം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ശബ്ദം, മുഖം, മനസ്സ്. മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ മുഖം വെള്ളിത്തിരയിൽ പതിഞ്ഞിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിട്ടു. തീരാമോഹത്തോടെ സിനിമയെ പ്രണയിച്ച ഒരു കൗമാരക്കാരനിൽ നിന്നും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കഥയാണ് മമ്മൂട്ടിയുടേത്. 1971 പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ, പാളിച്ചകൾ ആണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. ഒരു പാട്ട് സീനിൽ വള്ളത്തിൽ പങ്കായം പിടിച്ചു നിൽക്കുന്ന പൊടിമീശക്കാരനായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ തുടക്കം. ഒരു പക്ഷേ അന്ന് ആരും വിചാരിച്ചു കാണില്ല ആ വള്ളത്തിൽ കയറി പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരൻ മലയാള സിനിമയുടെ അമരക്കാരനാകുമെന്ന്. തുടക്കത്തിൽ അപ്രധാനമായ വേഷങ്ങളിലൂടെ സാന്നിധ്യമറിയിച്ചു. MT വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം. എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല. 1980 റിലീസ് ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് മമ്മൂട്ടി നടനായി അരങ്ങേറിയ ചിത്രം. ടൈറ്റിലിൽ ആദ്യം പേര് തെളിഞ്ഞതും ഈ സിനിമയിലാണ്. ഈ ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നുമാണ് മലയാള സിനിമയിലെ മമ്മൂട്ടി യുഗം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 400-ലേറെ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചു. പത്മശ്രീ, മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, 3 ദേശീയ അവാർഡുകളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും, ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ, കേരള കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ മമ്മൂക്ക സ്വന്തമാക്കി. മലയാളത്തിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകിയ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണ്. ലാൽ ജോസ്, അമൽ നീരദ്, ആഷിഖ് അബു, അൻവർ റഷീദ് ഇങ്ങനെ 70-ലേറെ പുതുമുഖ സംവിധായകരാണ് മമ്മൂട്ടി ചിത്രത്തിലൂടെ സംവിധാന രംഗത്തെത്തിയത്. നവാഗതർക്കൊക്കെ മമ്മൂട്ടി എന്ന നടൻ നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. എന്തുകൊണ്ട് ഇത്രയേറെ നവാഗതരെ പിന്തുണച്ചു എന്ന ചോദ്യത്തിന് നവാഗത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കുന്നത് എനിക്കെപ്പോഴും താല്പര്യമുള്ള കാരണമാണ്. കാരണം രസകരമായത് എന്തെങ്കിലും അവർക്ക് തങ്ങളുടെ കഥയിലൂടെ പറയാനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ച് കഥയും തിരക്കഥയുമാണ് പ്രധാനം എന്നതായിരുന്നു മഹാനടന്റെ മറുപടി. ഭാഷകളും ഭാഷാ ശൈലികളും അനായാസം വഴങ്ങുന്ന പ്രതിഭ. കേരളത്തിലെ 14 ജില്ലകളിലെ ഭാഷകളും ഭാഷാ ശൈലിയും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് പലയാവർത്തി തെളിയിച്ചിട്ടുള്ള താരമാണ് മമ്മൂട്ടി. തൃശ്ശൂർക്കാരൻ പ്രാഞ്ചിയേട്ടൻ, കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ, വടക്കൻ വീരഗാഥയിലെ ചന്തു, തിരുവനന്തപുരം മലയാളം പറയുന്ന രാജമാണിക്യം, ലൗഡ് സ്പീക്കറിലെ തോപ്രാംകുടിക്കാരൻ ഫിലിപ്പോസ്, ചട്ടമ്പിനാടിലെ പകുതി മലയാളിയും പകുതി കന്നഡക്കാരനുമായ മല്ലയ്യ, പാലേരി മാണിക്യത്തിലെ മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജി, വിധേയനിലെ ഭാസ്കര പട്ടേലർ, അമരത്തിലെ അച്ചൂട്ടി, കമ്മത്താൻ കമ്മത്തിലെ രാജ കമ്മത്ത്, പുത്തൻ പണത്തിലെ നിത്യാനന്ദ ഷെണായി എന്നിങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും മമ്മൂക്കയുടെ കൈകളിൽ ഭദ്രം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടി. 1990 മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, 1994 വിധേയൻ പൊന്തന്മാട, 1999 അംബേദ്കർ ഇംഗ്ലീഷ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ചലച്ചിത്ര മേഖലയിലെ അഭിനയ പ്രതിഭയ്ക്കുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ പരമോന്നത ബഹുമതിയായ ഡിലീറ്റ് ബിരുദം 2010 ലഭിച്ചു. 2022 പ്രഥമ കേരള പ്രഭ പുരസ്കാരവും അദ്ദേഹത്തിനെ തേടിയെത്തി. പ്രായം റിവേഴ്സ് ഗിയറിൽ, ഇപ്പോഴും 40 വയസ്സിന്റെ യുവത്വം എന്നിങ്ങനെയുള്ള വിശേഷണം നിലനിൽക്കുന്ന താരമാണ് മമ്മൂട്ടി. കൃത്യമായ ഡയറ്റും ആരോഗ്യ പരിപാലനവും കാത്തുസൂക്ഷിക്കുന്ന മലയാളത്തിന്റെ മെഗാ താരം. അർബുദബാധിതനാണെന്നുള്ള റിപ്പോർട്ട് വലിയ ആശങ്കയാണ്
മലയാളികളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും താരവുമായി ബന്ധപ്പെട്ട് ആരും പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴിതാ നിറഞ്ഞ ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ശരണാണ് ചിത്രം പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ജോർജിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ശരൺ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത കിരീടമാണ് ഈ രാജകീയമായ ചിരി എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. കളങ്കാവൽ, മഹേഷ് നാരായണൻ ചിത്രം എന്നിവയാണ് മമ്മൂട്ടിയുടെ പുതിയ പ്രോജക്റ്റുകൾ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ മമ്മൂട്ടി വില്ലനായി എത്തുന്നു. കട്ട കലിപ്പ് ലുക്ക്, വായിൽ സിഗരറ്റ് കടിച്ചു പിടിച്ചിരിക്കുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ സോഷ്യൽ മീഡിയ ഒന്നായി ഇളകി മറഞ്ഞിരിക്കുന്നു. വിനായകനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നത്. നയൻതാര, കുഞ്ചാക്കോ ബോബൻ, ഭഗത് ഫാസിൽ തുടങ്ങി പ്രമുഖ താരനിരകളും അണിനിരക്കുന്നു. ഭാസ്കര പട്ടേലിനും മുരിക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജിക്കും ലുക്ക് ആന്റണിക്കും കൊടുമൺ പൊറ്റിക്കും നെഗറ്റീവ് റോളിലൂടെ ജീവൻ കൊടുത്ത മെഗാസ്റ്റാർ മമ്മൂട്ടി ജിതിൻ കെ ജോസിന്റെ സിനിമയിൽ വീണ്ടും ഒരു നെഗറ്റീവ് റോളിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ പല രീതിയിലും തകർത്താടിയ ഒരാൾ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കൊടൂര വില്ലനെ പാകപ്പെടുത്തുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒന്നിനെ മിനുക്കിയെടുത്ത് പുറത്തേക്ക് വിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടിയെ വട്ടം വയ്ക്കാൻ മലയാളത്തിൽ എന്നല്ല ലോക സിനിമയിൽ മറ്റൊരാളില്ല. ഈ മനുഷ്യൻ അതിശയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ലിജോയുടെ ചുരുളി കണ്ടിട്ട് നൻപകൽ നേരത്ത് മയക്കത്തിന് ഡേറ്റ് കൊടുത്ത് അത് സംസ്ഥാന അവാർഡും മേടിച്ചെങ്കിൽ അതാണ് ബുദ്ധിയും കഴിവുമുള്ള കലാകാരൻ മമ്മൂട്ടി.